എങ്ങനെ ഇഷ്ടമായോ? ആരെ ഇഷ്ടപ്പെട്ട കൂടുതൽ? മാമനെ പറയാം. അവൻ നന്നായിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഇഷ്ടപ്പെട്ടു. സിനിമ ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായി. ഉണ്ണിമുന്തനെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെയോ? ഇഷ്ടമായി. നല്ല സിനിമയാണ്. നല്ല സിനിമയാണ്. കൊള്ളാം, നല്ല പടമാണ്, കുഴപ്പമില്ല. എങ്ങനെയാണ് മാളികപ്പുറം പോലെ? അതുപോലെ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഉണ്ണിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടി ഉണ്ടായിരുന്നല്ലോ. എൻ്റെ പോലെ കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു ജയ ഗണേശൻ? അടിപൊളിയായിരുന്നു. എന്താ പടത്തിൽ കൂടുതലായിട്ട് പറയുന്നത്? സോഷ്യൽ കോൺസെപ്റ്റ് നല്ല മൂവിയാണ്, നല്ല കുഴപ്പമില്ല. എങ്ങനെയാണ് ഒരു സൂപ്പർ ഹീറോ മൂവി? അങ്ങനെയൊന്നുമില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല. സൂപ്പർ ഹീറോ നല്ലത്, കുഴപ്പമില്ല. ഒരു സോഷ്യൽ മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന ഒരു സിനിമയാണോ? അങ്ങനെ ഇല്ല. ഇഷ്ടപ്പെടും. അത്ര അല്ല, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. ഉണ്ണിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ട്. അതെ. എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. അത്രയ്ക്കും ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള എഫോർട്ട് എടുത്തേണ്ട സീനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട. കൊള്ളായിരുന്നു. ഉണ്ണിയേട്ടൻ എങ്ങനെയുണ്ട്? ഉണ്ണിമുന്തൻ്റെ അഭിനയമൊക്കെ കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. എന്താ സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന മൂവിയായിരുന്നു? എങ്ങനെയാണ്? സോഷ്യൽ മെസ്സേജ് അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല. പെർഫോമൻസ് എങ്ങനെയുണ്ട് ഉണ്ണിയുടെ? കൊള്ളാം, നല്ല കൊള്ളാം. എങ്ങനെ ഒരു മാളികപ്പുറം പോലെ സിനിമയാണോ അത് രണ്ടും ഡിഫറൻസ് ആണല്ലേ? എന്താ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും? സോഷ്യൽ മെസ്സേജ് അല്ല, ഒരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. ഫാമിലിക്കൊക്കെ കാണാൻ പറ്റും. ഫാമിലിയൊക്കെ കാണാം. ജയ ഗണേശാണ് കണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഉണ്ണിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം, നല്ല പടം. എന്താണ് ഒരു പടത്തിന്റെ തീം? എന്താ പറഞ്ഞു വെക്കുന്നത്? അല്ല, ടീം അങ്ങനെ നല്ല പടം. ഫാമിലിക്ക് ഫാമിലി കണ്ടിരിക്കുക. ഉണ്ണിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഉണ്ണിയുടെ കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ അതിലുള്ള കൊള്ളാം, നല്ല പടമാണ്. പിന്നെ സൂപ്പർ ഹീറോ മൂവി അല്ല എന്നാലും ഇപ്പോഴത്തെ ത്രില്ലറാണ് പടം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കരിയറിൽ ചെയ്യാത്തൊരു കഥാപാത്രമാണല്ലോ. എന്ന് വെച്ചാൽ അവസാനം വരെ ഒരു സസ്പെൻസോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്നൊരിതാണ്. അവസാനം വരെ നമുക്ക് ബോറടിപ്പിക്കില്ല. കാരണം രണ്ടും അതെ 2 മണിക്കൂറുള്ളെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പെർഫോമൻസ് ഉണ്ണിമുന്തൻ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾ കുറച്ച് ബോഡി ബിൽഡറും കൂടെ ആയതുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത്തിൽ ചെയ്യേണ്ട കുറേ വർക്കുകൾ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് തോന്നുന്നില്ല റിയാലിറ്റി ആയിട്ട് തന്നെയല്ലേ? റിയാലിറ്റി ആയിട്ട് തോന്നുന്നു. ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പയ്യനുണ്ടായിരുന്നല്ലോ. കൊച്ചുകുട്ടിയാണ് അതിൽ മെയിനായിട്ട് ലീഡ് ചെയ്ത് പോയ ഒരു ക്യാരക്ടർ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? അവൻ്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ഒരു എങ്ങനെ ഫാമിലി മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് തിയേറ്ററിൽ കാണേണ്ടത്? ഫാമിലി ആയിട്ടും പിന്നെ നമ്മളെപ്പോലുള്ള യൂത്തായിട്ടുള്ള പയ്യന്മാർക്കും കാണേണ്ട ഒരു ടൈപ്പ് മൂവി തന്നെയാണ്. ജയ ഗണേശായിരുന്നോ കണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ട കൂടുതലായിട്ട് സിനിമയിൽ? ഇല്ല, ഉണ്ണിമുകുന്ദൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ഒരു പടമല്ലേ, കൊള്ളാം. സൂപ്പർമാൻ മൂവി പോലെ? സൂപ്പർമാൻ മൂവി അല്ല, എന്നാലും ഓക്കെയാണ്. നല്ലൊരു മൂവി. ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ണീരെ ആദ്യമായിട്ടാണ്. അതെ, മാളികപ്പുറത്തിന് ശേഷം നല്ലൊരു മൂവി. ബാക്കി പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെയും കൊള്ളായിരുന്നു. കുഞ്ഞുകുട്ടിയുടേതും കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ത്രില്ലടിച്ചിരുന്ന് കണ്ടു. അതെ, അവസാനം വരെയും ത്രില്ലടിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാമിലിക്ക് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. ജയ ഗണേശാണോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിമാവ് എങ്ങനെയുണ്ട്? കൊള്ളാം.